ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങ അച്ചാറാണ്. ഈ മാങ്ങ അച്ചാർ നമുക്ക് പലതരത്തിലുണ്ടാക്കാം കേട്ടോ. എണ്ണ ചേർത്തുണ്ടാക്കാം, എണ്ണ ചേർക്കാതെ ഉണ്ടാക്കാം, അതുപോലെ കടുക് മാങ്ങ അച്ചാർ. ഇന്ന് ഞാൻ എണ്ണ ചേർത്തുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 750 ഗ്രാം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമയം ഒട്ടും ഇല്ലാതെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകും. വെള്ളമയം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകം ഓർത്തോണം, ആ പാത്രം എല്ലാം നല്ല ഉണങ്ങിയതായിരിക്കണം. മാങ്ങ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം വെക്കണം. അന്നേരം ആ നീരെല്ലാം അതിലേക്ക് ഇറങ്ങണം. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. എന്നിട്ടൊന്ന് മൂടി ഒരു അരമണിക്കൂർ നേരം ഇരിക്കട്ടെ. അപ്പം മാങ്ങയിൽ വെള്ളമെല്ലാം ഇറങ്ങും. മൂടി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിയട്ടെ. ഇത് നമുക്ക് മുളകും ഒക്കെ ചേർക്കാം. നമ്മുടെ മാങ്ങയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി കണ്ടോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി ഞാനിത് വെച്ചിട്ട് കണ്ടോ, നീരൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുളക് പൊടിയൊക്കെ ചേർത്ത് കറിയാക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. കടുകിലാണ്. കടുകൊക്കെ പൊട്ടി കുറച്ച് കറിവേപ്പില. ഇത് വളരെ എളുപ്പമുണ്ടാക്കാനൊരു കറിയാണ് കേട്ടോ. കറിവേപ്പില മൂത്ത് ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുവാണ്. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് മുളക് പൊടി, കായം ഒക്കെ ചേർക്കാം. ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ ഇടാം. ഈ ഓഫ് ചെയ്തിരിക്കുവാണ് ഞാൻ. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അതുപോലെ എണ്ണയും നമ്മുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി.